ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് sub4sub കുറിച്ചാണ്. ചാനൽ വളരുന്നതിന് ഒട്ടുമിക്ക പേരും ചെയ്യുന്ന ഒരു കാര്യമാണ് sub4sub. അതായത് ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ ഇവിടെ നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് വർദ്ധിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. sub4sub 2022 ചാനൽ ഗ്രോത്തിന് ഗുണം ചെയ്യില്ല. ഇത് മറ്റൊന്നും കൊണ്ടല്ല, യൂട്യൂബ് നമുക്ക് വന്നിരിക്കുന്ന വ്യൂസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ചാനലിലേക്ക് വന്നിരിക്കുന്ന വ്യൂസ് ഇത് sub4subലൂടെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇത് ഓർഗാനിക്കായി വന്നിരിക്കുന്ന ഒരു വ്യൂസ് അല്ല. ഒരു ചാനൽ ഗ്രോത്തിലേക്ക് വരുന്നതിന് ഏറ്റവും കൂടുതലായി വേണ്ടത് നമുക്ക് ഓർഗാനിക്കായി ലഭിക്കുന്ന വ്യൂസ് ആണ്. sub4subന്റെ മറ്റൊരു ദോഷം എന്ന് പറയുന്നത് ഇത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്കും അവർക്കും സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നതിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ വീഡിയോസ് മുഴുവനായി അവർ കാണണമെന്നില്ല. അതിനാൽ തന്നെ ഇതുകൊണ്ട് നിങ്ങളുടെ വീഡിയോയുടെ ഗ്രോത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂസ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് റെഗുലറായി നമ്മൾ വീഡിയോസ് ചെയ്യുക, അതുപോലെ നല്ല കണ്ടന്റ് എല്ലാം ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്യുക എന്നതാണ്. ഇതുവഴി യൂട്യൂബ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ഇതുവഴി നമ്മുടെ ചാനലിന്റെ വ്യൂസ് കൂടുകയും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഓർഗാനിക്കായി ലഭിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ നിങ്ങൾ sub4subന് വേണ്ടി അധികം സമയം കളയാതെ നല്ല കണ്ടന്റ് എല്ലാം ചെയ്ത് നിങ്ങളുടെ ചാനൽ സക്സസ് ആക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്